ഹായ് ഫ്രണ്ട്സ്, തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോവാണ്. ഞങ്ങൾ 4 പേര് മാത്രമായിട്ടൊരു ഗുരുവായൂർ അമ്പലത്തെ യാത്ര. ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ കയറാൻ പോണ്. ചെറുപ്പത്തിൽ പോയിട്ട് നമ്മള് നിങ്ങൾ പോയിണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നു. ഗുരുവായൂർക്ക് പോവാ ഞങ്ങള്. ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല. ഞാൻ ആദ്യമായിട്ട് അത്ര കൊല്ലത്തിനടിക്കാം. ഞങ്ങൾ 4 പേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 7:45 ട്രെയിൻ, പക്ഷെ നേരം വൈകിയിരുന്നു. ഒരു 10 മിനിറ്റൊക്കെ നേരം വൈകിണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ലോങ് ട്രിപ്പൊന്നും പോകാറില്ല. ഇതൊരു അത്ര ലോങ് അല്ല, എന്നാലും അങ്ങനെ ട്രെയിൻ കയറി അങ്ങനെയൊന്നും ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ ടൗണിലേക്കൊക്കെ ഇറങ്ങാറുണ്ട് 4 പേര് മാത്രമായിട്ട്. പിള്ളേരെ കൊണ്ടുപോകാണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 5 പേര്, ഇതേ മീരിക്കുട്ടിനും കൂടിയിട്ട് 6 പേരുണ്ട്. ഇവരൊക്കെ നമുക്ക് തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരെയും കൂടി കൊണ്ടുപോകാനായിട്ട് റിസ്ക്കാണ്. ഞങ്ങൾ 4 പേരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇങ്ങനെ പുറത്തു പോകുന്നത്. പിള്ളേരില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്, പക്ഷെ അവരെ നമുക്ക് പിന്നെ ഒരു ദിവസം അവരെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. തന്നെ ആദ്യമായിട്ട് ട്രെയിനിൽ പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുക, പിന്നെ ട്രെയിനിൽ കയറാനായിട്ടുള്ള കാര്യങ്ങൾ പറയുക. മുത്തശ്ശി ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇന്ത്യച്ചി ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഓർമ്മയില്ല, എൻ്റെയും ഫസ്റ്റ് ടൈം എന്ന് പറയാൻ ട്രെയിനിൽ കയറുന്ന ഓർമ്മയില്ല. പിന്നെ ഓർമ്മ മാത്രമല്ല, എനിക്ക് ഭയങ്കര പേടിയാണ് ട്രെയിനിൽ കയറാനായിട്ട്. ഞാൻ ഇവരോട് പറഞ്ഞു ട്രെയിനിൽ പോകണ്ട, ബസ്സിൽ പോവാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ സമ്മതിച്ചില്ല, ട്രെയിനിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ പോയപ്പോൾ എനിക്ക് വന്നപ്പോൾ ഞങ്ങൾ ബസ്സിലായിരുന്നു, ട്രെയിനിൽ തന്നെ വരായിരുന്നു എന്ന് വിചാരിച്ചു. ഇതും വെറും ഷോ മാത്രമാണ്, റീൽസ് ഇടാൻ വേണ്ടിയിട്ട്. മിരി ഫസ്റ്റ് ടൈമാണ് ട്രെയിൻ അടുത്ത് കാണുന്നത്. അപ്പം അവളിങ്ങനെ വിളിച്ചിട്ട് അമ്മ ദേ ഒക്കെ പറഞ്ഞിങ്ങനെ കാണിക്കും. ഈ ട്രെയിനേ ആ നടുക്കി കൂടെ വരുന്ന നമ്മൾ ഇവിടുന്ന് ചാടിയിട്ട് ഇറങ്ങിയിട്ട് ചാടണ്ട, കയറിട്ട് വരുവര്. ഇവിടുത്തെ ഒരു പാലത്തൊരു അല്ല, ഇവിടെ സ്റ്റെപ്പില്ലല്ലോ. ഇവിടെ നിർത്തുക, ഇവിടെ പോണത് മാത്രമേ ഇവിടെ നിർത്തണോ. അല്ലാത്ത പോണ ട്രെയിനുകൾ അതുകൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇവിടേക്ക് സ്റ്റോപ്പുള്ളത് മാത്രമേ. ഞാനത് 3 എണ്ണം കിടക്കുന്നുണ്ടേ. നമുക്ക് ബാക്കി പോയിരിക്കല്ലേ. ഞാനേ ഇവിടെ ബാക്കിലാന്ന് വിചാരിച്ചിട്ട് ഒന്ന് വന്ന്. അതാണ് ബാക്ക്. ഏത് ബാക്ക്? ഇതിനെടുക്കടി എന്താ ട്രെയിൻ വരുന്ന ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ പോവല്ലേ. അല്ല, എന്റെ ഫസ്റ്റ് ടൈം അല്ലല്ല, നീ തനു ചോറ് കൊടുക്കാൻ വന്നിട്ടുണ്ടാവും. പക്ഷെ ഞാൻ തനുവിന് ചോറ് കൊടുക്കാൻ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു ഓർമ്മയില്ലാത്തത് ഫസ്റ്റ് ടൈം ആവും. അതല്ല, ട്രെയിനിൽ കയറിയത് ഓർമ്മയുണ്ട്, ട്രെയിനിൽ നിക്കണതൊക്കെ ഓർമ്മയുണ്ട്. ഇങ്ങനെ ഇവിടെ വന്നതൊന്നും ഓർമ്മയില്ലാത്തത് തെറ്റൽ. നീ ഫസ്റ്റ് ടൈം അല്ല, നീ സെക്കൻഡ് ടൈം ആണ്. സെക്കൻഡ് ടൈം തേർഡ് ടൈം ഞാൻ 4ാം ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. എന്നിട്ടാണ് നീ ആദ്യം എന്ന് പറയുന്നത്? അല്ല, അത് ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊക്കെ. അയ്യോ, എനിക്ക് പേടിയാട്ടാ. ട്രെയിൻ വന്നുട്ടാ, കയറ്റി പിടിച്ചിട്ട് കേൾക്കോട്ടാ. ട്രെയിൻ തന്നെ നിർത്തിയിട്ട് നോക്കിയോളോ. വലത് കാലം വെച്ച് കയറ്റാതില്ല. തലചുറ്റണടി, തലചുറ്റണ. ഓക്കെ, പിന്നെ ഫുൾ ടൈം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ എന്തിട്ടാണ് അല്ലാതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അവിടെ 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ആദ്യം ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇരുന്ന സ്ഥലത്തൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം സുഖമായി ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തിരിക്കുകയാണ്.
നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തിയിട്ടാ. നമുക്ക് ആ ഗുരുവായൂർ അമ്പലത്തേക്ക് ഇവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊന്നും വിളിച്ചില്ല, ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് പോയത്. ഇപ്പം നമ്മൾ അമ്പലം എത്താറായിട്ടാ. കുറേയൊക്കെ അവിടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളൊക്കെ ആയിട്ടാ. ഞാനൊരു 5 കൊല്ലമൊക്കെ ആയി തോന്നുന്നുണ്ട് വന്നിട്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും വരണമെന്ന്, പക്ഷേ വരാൻ പറ്റാറില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴാവും വരേണ്ട സമയം. ലാസ്റ്റ് വന്നത് ഞാൻ എൻ്റെ ഒരു ചേട്ടൻ്റെ മാരേജിനാണ് വന്നത്. അപ്പോൾ ഉള്ളിലൊന്നും കയറി തൊഴുതിട്ടില്ല, പുറത്തിങ്ങനെ തൊഴുതിട്ട് പോയി. അപ്പോൾ അവിടെ വന്നു. അപ്പോൾ നമ്മളത് അമ്പലത്തിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ പോവാട്ടാ. ഞങ്ങളെ 3 പേരും കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ അനിയനാണ്. അവൻ എല്ലാ ആഴ്ചയും വരും അമ്പലത്തേക്ക്. ആദ്യമൊന്നും അങ്ങനെ പോവാറൊന്നുമില്ല കേട്ടോ. ചെറുപ്പത്തിൽ ഇവൻ പോവാറുണ്ട്, ഇവൻ അച്ഛമ്മ കൊണ്ടുപോകാറുണ്ട്. വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൊട്ടിട്ട് അച്ഛമ്മ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോയിരുന്നു രാവിലെ. അപ്പോൾ ഇവനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. എങ്ങനെയാണ് നമുക്കിപ്പോൾ അത് ഈ മിഴീനെ തന്നെ ഞങ്ങൾക്ക് 4 പേർക്ക് ഉണ്ടായിട്ട് കൊണ്ടുപോകാനായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛമ്മ ഇങ്ങനെയാണ് അവ തന്നെ ഇവനെ കൊണ്ടുപോയെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര അതിശയം തോന്നുന്നു. ഇപ്പം ഇതേ അമ്പലത്തിലേക്ക് പോവാന്ന് പറയുമ്പോൾ തൊട്ടിട്ട് ഒരാൾക്ക് മുല്ലപ്പൂ വേണം. മുത്തശ്ശിക്ക് മുല്ലപ്പൂ ഒക്കെ വെച്ച് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ചൊന്നും വെച്ചാൽ പോരാ, കുറേ വേണം. അപ്പോൾ ഒരു മുഴത്തിന് തന്നെ 50 രൂപയും കൂടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത്രയ്ക്കൊന്നും വേണ്ട, നമ്മൾ കുറേ ഒന്നും വെക്കൊന്നും വേണ്ട, ഒരു മുഴമൊക്കെ വെച്ചാൽ മതി പറഞ്ഞു. പക്ഷേ ആൾ 2 മുഴം വെച്ചു. ആൾക്ക് അതിൽ തൃപ്തിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞ കാരണം വെച്ചത്. മീരി ആദ്യമായിട്ടാണ് മുല്ലപ്പൂ വെക്കുന്നത്. അപ്പോൾ ഇവള് കുറേ വട്ടമായി പറയണം മീക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കണം. അപ്പോൾ അതേ മിഴിക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കൊന്നും മുല്ലപ്പൂ അങ്ങനെ വെച്ച് നടക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇഷ്ടമാണ്, എന്നാലും മുത്തച്ഛൻ്റെ അത്രയ്ക്ക് ഇങ്ങനെ പ്രാന്തമായ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതേ മുല്ലപ്പൂ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് മുഖത്ത് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ മിഴിയും ഇതേ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട്. മിഴി മുല്ലപ്പൂ വെച്ചപ്പോൾ തന്നെ പറയാം മാമന് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അവളത് കുറേ നേരം തലയിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. പൂ എന്തോ ഭാഗ്യത്തിന് വലിച്ച് കളഞ്ഞില്ല. സാധാരണ ആൾക്ക് അങ്ങനെ മുടി കെട്ടണതോ ഹെയർ ബാൻഡ് വെക്കണതോ ഒന്നും ഇഷ്ടമില്ല. അമ്പലത്തിൽ തൊഴുത് നമ്മൾ കണ്ണനെയൊക്കെ കണ്ട് ഇറങ്ങിയിട്ട് അതേ പ്രസാദമാണ്, പായസമാണ് കയ്യിൽ. നമുക്കവിടെ ഉള്ളിലൊന്നും ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം ഫോണും ബാഗും ഒക്കെ നമ്മൾ പുറത്തൊക്കെ കൊടുത്തിട്ടാണ് പോവുക. അപ്പോൾ ഞങ്ങൾ കയറിയത് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ തൊഴാനായിട്ട് വരിയിൽ നിന്നു. കഴിഞ്ഞത് 2:30 കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ. ഫുഡ് അനിച്ച ഭാഗ്യത്തിന് മിഴിക്കുള്ള ഫുഡ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു. ഞങ്ങളൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നന്നായി വിശക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് അത്രയും നേരം നിന്ന് വയ്യാണ്ടായെങ്കിലും തൊഴുതപ്പം ഉണ്ടല്ലോ ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴേ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു സ്മെല്ല്, എനിക്ക് ആ സ്മെല്ലൊക്കെ അയ്യോ എപ്പോൾ കയറിയതാ എത്ര മണിക്കൂർ കയറിയ നമ്മള് 9 മണി കയറിയിട്ട് ഇപ്പോൾ 2 ഫുഡ് വരെ കഴിച്ചിട്ടില്ല. പക്ഷെ ഉള്ളിൽ നമുക്ക് കുറേ നേരം നിന്ന് തൊഴുത ഫീൽ കിട്ടിയില്ലേ. ഫോൺ
വാങ്ങിക്കാനായിട്ട് പോയതാണ്. ഫോണൊക്കെ നമ്മൾ പുറത്ത് കൊടുക്കുമല്ലോ, അപ്പം അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഉദയാസ്തമയ പൂജ ഉണ്ടായിരുന്നു. കാരണം നല്ല കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മളത് കയറ്റി കുറച്ചേശ്ശെ അതെ. എന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞപ്പോ നമുക്ക് സംതൃപ്തി. ഞാൻ എത്ര നാളായിട്ടാണ് അറിയാം കണ്ണനെ കണ്ടിട്ട്, കൊല്ലങ്ങളായിട്ടാ ഞാൻ പറ്റി വന്നിട്ട്. അതാവും പിന്നെ പരീക്ഷിച്ചത്. നീയും അച്ഛമ്മയും പോലെ അത് പറഞ്ഞേ. അനന്തുവിനെ ചെറുപ്പത്തില് അച്ഛമ്മ തീരെ ചെറുപ്പത്തിലോട്ട് നടന്നുറങ്ങിയപ്പോ തൊട്ട് അച്ഛമ്മ ഗുരുവായൂർക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ അവനും കൊണ്ട് അച്ഛമ്മ പോരും. വട്ടത്ത് ബസ്സിന് പോരാന്നറിയും. ഇവനെ മാത്രം കൊണ്ടുപോകണം. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവിടേക്ക് വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം വെച്ചാല് പൊക്കിളി മേടിക്കാൻ, JCB കളിപ്പാട്ടം അത് വാങ്ങിച്ചു. പായസം ഭയങ്കര ചൂടാ, അത് ഇടാനായിട്ടൊരു സഞ്ചി വാങ്ങിക്കാനാണ്. അപ്പം ഞങ്ങൾ പായസമൊക്കെ വാങ്ങിച്ച് ഇപ്പോഴേ എന്തെങ്കിലും മീക്കുട്ടിക്ക് എന്തെങ്കിലും കളിക്കാനായിട്ടുള്ള വല്ല ടോയ് വാങ്ങിക്കാനായിട്ട് ഞാൻ നോക്കുകയാണ്. അപ്പോൾ മിഴിക്ക് ടോയ് വാങ്ങിക്കുന്നത് കൂടുതൽ എനിക്കാണ് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇഷ്ടം. എനിക്കിങ്ങനെ ഈ പാവകളൊക്കെ ഭയങ്കര ഇഷ്ടം. എവിടെ പോയാലും എനിക്ക് വാങ്ങിക്കാനായിട്ട് ഇഷ്ടമുള്ളതാണ് പാവകൾ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ വള മാലകളൊന്നും ഞാൻ വാങ്ങിക്കും, എനിക്കതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. അപ്പം ഞാനിങ്ങനെ മിഴിക്ക് പറ്റിയത് എന്താണെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അവർ വേറെ പാട്ടുപുസ്തകം വാങ്ങിക്കണമായിരുന്നു ചേച്ചിയുടെ അമ്മയ്ക്ക്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് അവർ പോയി. അപ്പം ഞാനിങ്ങനെ നോക്കി നടക്കുകയാണ്. മിഴി ഓരോന്ന് പറയുന്നുണ്ട്, പക്ഷെ അതൊന്നുമല്ല, എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ നോക്കുന്നത്. ലാസ്റ്റ് അവൾക്ക് ഇഷ്ടമുള്ളതാണ് വാങ്ങിച്ചത് കേട്ടോ. അവിടെ കയ്യിൽ കാണാം ഒരു ആനക്കുട്ടി. എന്തിട്ട് വാങ്ങിച്ചേ? ആന ഇങ്ങനെ കൊണ്ടിരാ കൈ പിടിക്കും. ആനേനെ മിഴി നോക്കട്ടെ, ആനേനെ മിഴി നോട്ടെ, ആനേനെ നോട്ടെ. ആനക്കുട്ടിയാണ്. അവിടെ തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് വേഗം ഫുഡ് കഴിച്ചു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ബസ്സിലാണ് പോകേണ്ടത്, അപ്പോൾ ബസ്സും കിട്ടാനും ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ട് വേഗം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.